ഹായ് യു ഗൈസ്, വെൽക്കം ടു മല്ലു ഗേൾ ടോക്കീസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ലുലു മോൾ വ്ളോഗാണ്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രമാണ് എൻ്റെ നാടെങ്കിലും ഇതുവരെ ലുലു മോൾ ഓപ്പൺ ആയിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അമ്മയായിട്ട് ലുലു മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. I have styled it with some minimal jewelry. കാതിലൊന്നും ഇട്ടിട്ടില്ല. പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹെയർ. I'm wearing a watch and that's it. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെയാണ് ലുലു മോളിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 30 to 45 minutes ഒരു യാത്രയുണ്ട് ലുലു മോളിലേക്ക്. വാനൂർ കഴിഞ്ഞുള്ള അണ്ടർപാസിൽ ഈ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ അങ്കിളാണ് ഞങ്ങൾ മിക്കവാറും ഇവിടെ ഉള്ള എല്ലായിടത്തും കൊണ്ടുപോകാറ്. പുള്ളി സേഫായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയും കേരള യൂണിവേഴ്സിറ്റിയും ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഫൈനലി നമ്മൾ ലുലു മോളിലെത്തി. ഇവിടുത്തെ ലുലു മോൾ എങ്ങനെയാണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലെ ലുലു മോളിൽ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഞാൻ കണ്ട കാഴ്ചകളാണിതെല്ലാം. മോളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണിത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അജണ്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അവിടെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഷോപ്പിനകത്ത് കയറി വാങ്ങിക്കാം എന്നുള്ളതായിരുന്നു. എനിക്ക് റെവ്ലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു, പക്ഷേ അതിവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഈ ഷോപ്പിൽ കയറി. എനിക്ക് മൽമൽ കോട്ടൻ്റെ ഒരു പ്ലെയിൻ കളർ സാരി വേണമായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. ഇവിടെ എല്ലാത്തിലും പാറ്റേൺസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മിനിസോയിൽ കയറി. ഞാൻ ഈ റെഡ് നെയിൽ പെയിൻറ്റ് വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ഹാൻഡ് ബാഗ് എടുക്കണമായിരുന്നു. ഈ മൂന്നെണ്ണം തമ്മിൽ കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്തത് ഈ ഹാൻഡ് ബാഗ് ആണ്. ദാറ്റ് വൺ ഓൾസോ ലുക്ക്ഡ് പ്രിറ്റി. അപ്പോൾ അത് ബില്ല് ചെയ്യിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. പിന്നെ KFC കയറി ഫുഡ് കഴിച്ചു. പിന്നെയും അമ്മയും ഞാനുമായിട്ട് കുറച്ച് കറങ്ങി നടന്നു. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് അമ്മ ഇങ്ങനെ കറങ്ങാനും ഷോപ്പിങ്ങിനും ഒക്കെ പോകാറുള്ളത്. സോ ദിസ് ഇസ് വൺ ഹാപ്പി ടൈം ഫോർ ഹർ. അപ്പോഴേക്കും സമയം 4 മണിയായി. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ പാസ്സാക്കി. ഇപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഇവിടെ ക്രോസ് വേർഡ്സ് ഉണ്ട്. ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന 2 ബുക്സും ഞാൻ ഓൾറെഡി ഒരാഴ്ചക്കകത്ത് വായിച്ച് തീർത്തുകൊണ്ട് തന്നെ ഞാൻ 2 പുതിയ പുസ്തകം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ഹൊറർ ത്രില്ലർ ജോണറാണ്. അപ്പം ഞാൻ ആ ഏരിയയിൽ നിന്ന് കറങ്ങുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ 2 ബുക്സ് എടുത്തു. അത് കഴിഞ്ഞ് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ കയറിയാൽ ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മീറ്റ് സെക്ഷനിൽ പോയിട്ട് കുറച്ച് മട്ടൺ എടുത്തു. പിന്നെ പാഷൻ ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു. പിന്നെ അമ്മമ്മയ്ക്ക് വേണ്ടി കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചു. അതിന് ശേഷം നമ്മൾ ലുലു മോളിൽ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. ഐ ആം കംപ്ലീറ്റ്ലി എ ബീച്ച് പേഴ്സൺ. അപ്പോൾ പോകുന്ന വഴി ഞാൻ പറഞ്ഞു നമുക്ക് ശംഖുമുഖം ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ട്രിവാൻഡ്രത്ത് ഓൾ സയൻസ് കോളേജിലാണ് പഠിച്ചത്. ഓൾ സയൻസ് അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം. ബീച്ച് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേവതി മിക്കവാറും ബീച്ച് പോകാറുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ശംഖുമുഖം ബീച്ച്. അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്സ്യകന്യകയൊക്കെ കണ്ട് ഒടുവിൽ ബീച്ച് എത്തി. പബ്ലിക് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെമ്മറിയിലുള്ള ഒരു 3 കൊല്ലം മുന്നേ ഉള്ള ബീച്ച് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വെള്ളം പേടിയാണ്. എന്നാലും പുള്ളിക്കാരീനെ ബീച്ചിൻ്റെ ഫ്രണ്ടിലൊക്കെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ പതുക്കെ ബീച്ചിലോട്ടൊന്ന് കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി. ബീച്ചിലെ തൊട്ടേ അച്ഛൻ എന്നെ കൊണ്ടുവരാറുള്ള ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് ശംഖുമുഖം ബീച്ച്. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലോട്ട് പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് മീ അ ലോട്ട്. അപ്പോൾ ബൈ.